ഹായ്, ന്യൂ ജയ്പൽഗുരി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണുള്ളത്. കേരളത്തിൽ നിന്നും സിക്കിം കാണാൻ പോവുകയാണെങ്കിൽ ആകെ 2 ഡയറക്റ്റ് ട്രെയിനുകൾ മാത്രമാണുള്ളത്. ഒന്ന് വിവേക് എക്സ്പ്രസ് 22503, രണ്ടാമത് അരോണൈ എക്സ്പ്രസ് 12507. സിക്കിമിലെ ഗാങ്ടോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനാദ്യം നമ്മൾ സിലിഗുരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തേണ്ടതുണ്ട്. സിലിഗുരി ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത ബസ്സാണ്. ഒരുപാട് ടാക്സി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. NJP റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ സിലിഗുരി ബസ് സ്റ്റാൻഡിലേക്ക്. ഗാങ്ടോക്ക് പോകാനും ഡാർജിലിംഗ് പോകാനുള്ള ബസ്സുകൾ ഇവിടുന്ന് തന്നെ കിട്ടും. ഇത് ഗവൺമെന്റ് ബസ് സ്റ്റാൻഡാണ്. പുറത്തും ഒരുപാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഷെയർ ടാക്സികളും ഒക്കെ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ അവൈലബിൾ ആണ് പുറത്ത് മാർക്കറ്റിൽ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ഭക്ഷണം തരുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ട്. നല്ല അടിപൊളി പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത്തവണ നമ്മൾ ഷെയർ ടാക്സി ഒഴിവാക്കേണ്ട ഒരു കാരണം എന്താ വെച്ചാൽ ഒരു സുമോയിൽ 10 ആളൊക്കെ കുത്തി നിറച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം 600 രൂപയ്ക്കാണ് അവർ പ്രൈസ് പറയുന്നത് ഒരാൾക്ക്. ഈ ബസ്സിൽ പോകുകയാണെങ്കിൽ വെറും 350 രൂപ പെർ ഹെഡ് ചാർജ് വരുള്ളൂ. അത്രത്തോളം തിരക്കിട്ട് കുത്തി നിറച്ച് പോകേണ്ട ആവശ്യമില്ല. നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് പോവുകയും ചെയ്യാം. 12:30 അടുത്ത ബസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. AC ബസ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ നോർമൽ ബസ്സാണ് എടുത്തത്. നവംബർ ടു മാർച്ച് വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ACൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നി. കുറച്ച് നേരം കഴിഞ്ഞ് ബസ് വന്നപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ സാധനങ്ങൾ ലഗേജ് കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ച്. പണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഒരു 4 കിലോയുള്ള പാർട്സിൽ വന്ന് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കിയതിന് 150 രൂപ നോക്കുകൂലിയും വാങ്ങി. പോരാത്തതിനെ തച്ചില്ല എന്നുള്ള ചെങ്ങൈമാരന്ന്. ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ച് നമ്മൾ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറിയത്. എല്ലാ സീറ്റിനും നമ്പർ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. നമ്മളെ സീറ്റൊക്കെ ഓൾറെഡി അവിടെ സെറ്റാണ്. പിന്നെ ചെറിയ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബസ്സിൻ്റെ മുകളിലോട്ട്. കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലെ സിക്കിമിലേക്കൊക്കെ വരാൻ ആകെ 2 ട്രെയിനേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. വിവേക് എക്സ്പ്രസ് 22503 അത് ഡെയിലിയുള്ള ട്രെയിനാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത് അരോണൈ എക്സ്പ്രസ് 12507 അത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. ട്യൂസ്ഡേയും വെനസ്ഡേയും മാത്രമേ ഉള്ളൂ ആ ട്രെയിനുള്ളത്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലായിരിക്കും വരുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് ആകെ 2 ട്രെയിനുള്ളൂ എന്ന് പറയുമ്പോൾ അതിനുള്ളിലുള്ള തിരക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഇൻ കേസ് സ്ലീപ്പർ എടുത്ത് പോന്നാൽ പോലും സ്ലീപ്പർ ഏതാ ജനറൽ ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രക്ക് കൂടുതൽ ആൾക്കാരായിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക. ഈ ആസാം, മേഘാലയ, കൊൽക്കത്ത അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ ഈ 2 ട്രെയിൻ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മിനിമം 25 ദിവസത്തിന് മുമ്പെങ്കിലും ടിക്കറ്റ് എടുത്ത് വെക്കണം. എന്നാലേ ഉള്ളൂ കൺഫേം ടിക്കറ്റ് കിട്ടുള്ളൂ. മാക്സിമം AC തന്നെ എടുക്കാൻ ശ്രമിക്കുക. ACക്ക് ഏകദേശം 2500 രൂപയാണ് പ്രൈസ് വരുന്നത്. സ്ലീപ്പറിന് 1000 രൂപയെ പ്രൈസ് ഉള്ളൂ. പക്ഷേ നമ്മുടെ സീറ്റിൽ പോലും വേറെ 2-3 ആൾക്കാർ എക്സ്ട്രാ എന്തായാലും ഇരിക്കും. അത് നമുക്ക് അവരെ ഒഴിവാക്കാൻ കഴിയില്ല. അത്രക്ക് കൺജസ്റ്റഡ് ആയിരിക്കും സ്ലീപ്പർ വരെ. അതുകൊണ്ട് തന്നെ ACയിൽ നല്ല ചെക്കിങ് ഉണ്ടാവും കേട്ടോ. ജനറൽ എടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റാമെന്നുള്ളൊക്കെ ഒരു അതിമോഹം ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നടക്കാറില്ല. അങ്ങനെ നടക്കലില്ല. ഭയങ്കര സീനാണ്. പിന്നെ ജനറലിൽ കയറാമെന്ന് വിചാരിച്ചാൽ അതിലൊരു കൈ വെക്കാൻ പോലുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അത്രക്ക് തിരക്കാണ് ഉണ്ടാവില്ല. ഈ വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ. പിന്നെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടല്ലോ അതൊന്ന് കമൻറ്റിലിട്ടോളിട്ടോ. ഈ NJP റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആസാമിലേക്ക് വണ്ടി കയറുന്നത്. റോഡുകളൊന്നും അത്രത്തോളം അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. പല ഏരിയാസും ഫ്ലഡ് കാരണം കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. കുറേ റോഡുകൾ ഭയങ്കര മോശമാണ്. അപ്പോൾ ബസ് എടുത്ത് ഏതായാലും നന്നായി. അല്ലെങ്കിൽ ആ സുമോയിലിരുന്ന് ഷെയർ ടാക്സിയിലിരുന്ന് നമ്മൾ ആകെ കുടുങ്ങിനി. അങ്ങനെ നമ്മൾ സിക്കിമിൻ്റെ ബോർഡർ എത്തി. ബോർഡറിൽ അത്യാവശ്യം നല്ല ചെക്കിംഗ് ഉണ്ട്. എല്ലാവരും ID കാർഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമ്മളത് ചെക്ക് ചെയ്തില്ല. കുറേ ആൾക്കാരതൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ. സിക്കിം വിസിറ്റ് ചെയ്യാൻ നവംബർ ടു മാർച്ച് ആണെങ്കിൽ വിൻ്റർ ടൈമാണ്. ഏപ്രിൽ ടു ഒക്ടോബർ ആണെങ്കിൽ സമ്മർ ടൈമാണ്. ഈ വിൻ്റർ ടൈമിൽ വരുന്ന സമയത്ത് ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പല ഏരിയാസും ബ്ലോക്ക്ഡ് ആയിരിക്കും. നാത്തുല പാസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബ്ലോക്കാണെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇന്നലെ ഒരു മഴ പെയ്ത് അതിനുശേഷം ഒരു സ്നോഫാൾ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്ന് പാസ് എടുക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ പാസ് ഓൺലൈൻ ചെക്ക് ചെയ്തിട്ടൊന്നും അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ട്രാവൽസ് ഏജൻസി വഴി ത്രൂ മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ദിവസം മുമ്പ് അപ്ലൈ ചെയ്താലേ നമുക്ക് ഈ ഒരു പാസ് കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഒരു ദിവസം 75 ആൾക്കാരെ വരെയുള്ളവർ പെർമിറ്റ് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ സിക്കിമിലെ ഗാങ്ടോക്കിലെത്തി. ഏകദേശം 6 മണിക്കൂറോടടുത്ത് ബസ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതെങ്കിലും റൂം കിട്ടുമെന്ന് തപ്പി നോക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂംസാണ്. നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഓക്കെയാണ്. കാരണം 1400 രൂപയാണ് ഇവിടെ റേറ്റ് പറഞ്ഞത്. ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഓൾമോസ്റ്റ് ഉള്ളിൽ തന്നെയാണ്. ഇതിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ട്രാവൽസ് സംഭവമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഈ ബായിനെ സെറ്റ് ചെയ്തിട്ടോ. ഫുള്ള് റെഡിയാണ്. ആളെ അടിപൊളിയാണ്. കാര്യങ്ങൾ മറ്റേ പാസ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരും. വണ്ടി ടാക്സി ഒക്കെ എടുത്ത് സെറ്റാക്കി തരും. വേണമെങ്കിൽ വേണ്ടിയവർക്ക് കിട്ടും. പിന്നെ മാർക്കറ്റ് ഇതായി കാണുന്നതാണ് മാർക്കറ്റ്. ഐ ലവ് ഗാങ്ടോക്ക് എന്നുള്ളൊരു ബോർഡ് ഉണ്ടല്ലേ. ആ ബോർഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത്. റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് കാണാനുള്ള പരിപാടിയാണ്. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഉള്ളിലൊരു ഇന്നറൊക്കെ എടുത്തിട്ടോ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളുള്ളൊരു ഏരിയ ആണ്.
മാർക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്റർ തന്നെയാണിത്. ഇനി ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് മുന്നോട്ട് നടന്ന് മാർക്കറ്റ് കാണാനൊക്കെ ഉണ്ട്, ഉള്ളിലേക്കുണ്ട്. ഇതാണ് മാർക്കറ്റ് വരുന്നത്. മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഏകദേശം ഇവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടൊരു ലാൽ ബസാർ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ടും ഉണ്ട്, അതൊരു മാർക്കറ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ മണാലി ഉള്ള മാൾ റോഡിൻ്റെ ഒക്കെ അതേ ഒരു സെയിം വരുന്ന സംഗതിയാണ്. പക്ഷേ മണാലി ഷിംലയേക്കാളൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവാണ് ഈ ഒരു സിറ്റി നമുക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ 1400 രൂപയ്ക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് തപ്പി നടന്നു. എല്ലാവരും പ്രൈസ് പറയുന്നത് 3000-ന് മുകളിലാണ്. 3000 ഓരോ റൂമിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എത്രത്തോളം തപ്പിട്ടാണ് ആ റൂം കിട്ടിയത്? ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിലൊക്കെ അവിടെ തന്നെ കൊടുക്കാം. എല്ലാം കൊണ്ടും ഗാങ്ടോക്ക് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലായാലും ട്രാവലിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ആൾക്കാർ കുറച്ചുകൂടി നമ്മളെങ്ങനെയെങ്കിലും പറ്റിക്കുക എന്നുള്ളൊരു മൈൻഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല റേറ്റ് പറഞ്ഞിട്ട്, നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നല്ല റേറ്റ് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗാണ് കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കുറച്ച് മലയാളികളൊന്നും ഇല്ലാത്തൊരു ഏരിയയ്ക്ക് വരണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഗാങ്ടോക്ക് അതിന് ബെസ്റ്റാണ് കേട്ടോ. ഇവിടേക്കൊന്നും അത്രത്തോളം മലയാളികൾ എത്തിപ്പെട്ടിട്ടില്ല. കാരണം ഞങ്ങൾ വന്ന ട്രെയിനിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഏരിയയിൽ നിന്നൊക്കെ തപ്പിയിട്ടും ആ മലയാളികളാരും കാര്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി മണാലിനേക്കാളും അല്ലെങ്കിൽ ഷിംലയേക്കാളും ഒക്കെ ബെറ്ററായിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത്, നമ്മൾ അറിയാത്ത ആൾക്കാരുള്ള സ്ഥലത്ത് വരണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ നേരെ ഗാങ്ടോക്കിലേക്ക് വണ്ടി കയറാം. നല്ല അടിപൊളി ചോയ്സ് ആയിരിക്കും. ഇനി ഇവിടുത്തെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല വന്നതിന് ശേഷം. ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെ പർച്ചേസിങ്ങിനൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരുപാട് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്, നോർമൽ ഷോപ്പുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഗാങ്ടോക്കിലൊരു ഫേമസ് ആയിട്ട് റോള് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോൾ ഹൗസ് എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പേര് കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഒറിജിനൽ റോൾ ഹൗസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് നല്ല തിരക്കാണ് ഉള്ളിൽ. എല്ലാം വെജ് ഐറ്റംസ് ആണ് കേട്ടോ. ഏതായാലും ചീസ് റോൾ എന്ന് പറയുന്നത് കണ്ട് ഓർഡർ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു. റോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ലാൽ ബസാറിലേക്ക് നടന്നിട്ടോ. ലാൽ ബസാറിലാണ് കുറച്ചും കൂടി പ്രൈസ് കുറവുള്ള പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റേത് മാൾ റോഡിലുള്ളതിൽ കുറേ ബ്രാൻഡഡ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മാർക്കറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രൈസ് കുറവുള്ള രീതിയിൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ജാക്കറ്റ്സ് കാര്യങ്ങൾ, ബാഗുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ്. ഈ അറ്റം മുതൽ ആ തല വരെ നടക്കാനുണ്ട്. അടിപൊളി സാധനം ഓർഡർ ചെയ്തത് എന്താ അവസ്ഥ എന്നറിയില്ല, അങ്ങനെ ട്രൈ ചെയ്തില്ല. എന്താ ഭലേ പപ്പി നല്ല പേര്. ഇത് കഴിച്ചിട്ട് അങ്ങനെ റിസൾട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു എന്താ അവസ്ഥ കിട്ടുന്നില്ല. സാധനം കുഴപ്പമില്ല, മധുരം ഒരുപാട് മിക്സ് ചെയ്തൊരു സാധനം. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മളെന്താ വെച്ചാൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇവിടുത്തെ ഓർമ്മക്കായിട്ട് നമ്മൾ വാങ്ങി വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കുറേ ഏരിയാസ് കവർ ചെയ്യുന്നതിനനുസരിച്ച് ഇഷ്ടംപോലെ സാധനം ഉണ്ടാവില്ല. ഓരോന്നും ഓരോ മെമ്മറീസ് ആയിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ നിൽക്കും. 2-3 മണിക്കൂർ മാർക്കറ്റിൽ ചുറ്റി തിരിഞ്ഞ് നടന്നതിന് ശേഷം നേരെ നമ്മൾ റൂമിൽ വന്നിട്ട് നല്ല സൈഡാവുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് വേണം ബാക്കി പരിപാടി. ഗാങ്ടോക്കിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇവിടുത്തെ റോപ്പ് വേ അല്ലെങ്കിൽ കേബിൾ കാർ എന്നൊക്കെ നമുക്ക് പറയാം, ആ ഒരു സാധനം. അപ്പോൾ 2 പേര് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അതിന് മുന്നിലുള്ളത് 9 മണിക്കാണ് സ്റ്റാർട്ടിങ്, വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ റേറ്റ് വരുന്നത് എബോ 5 years 161 രൂപ കേട്ടോ. ടിക്കറ്റ് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടോ. ഞാൻ വിചാരിച്ചത് ഒരു 4-5 ആൾക്കാരുള്ള ഒരു ചെറിയൊരു കേബിൾ കാർ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നുള്ളൂ, ഗുൽമർഗിലൊക്കെ ഉള്ളതുപോലെ. പക്ഷേ ഇതൊരു 30-35 ആൾക്കാരുണ്ട് ടോട്ടൽ. എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞ് അങ്ങനെ നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. എല്ലാവരും നേരെ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടെ നിന്നാൽ ഗാങ്ടോക്ക് സിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ഉണ്ട് കേട്ടോ. മൊത്തം ഏരിയ ഇങ്ങനെ നമുക്ക് ഹൈറ്റിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ വരുന്നവരുന്ന ഒരിക്കലും ഈ ഒരു സാധനം മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ വൻ നഷ്ടമാണ്. ഇത്രയായിട്ട് ഇന്ന് കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. നടക്കാൻ പറ്റില്ല കേട്ടോ. ആരാ നടക്കണം, ഞാൻ അവിടെ നനയില്ല. ടോട്ടൽ 1/2 മണിക്കൂറിൻ്റെ സംഗതിയുള്ളൂ കേട്ടോ. ഒന്ന് അങ്ങോട്ട് പോയി കേബിൾ കാർ, അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വന്ന്, ഇത്രയേ ഉള്ളൂ സംഗതി. ഇന്നലെ പെയ്ത മഴയും സ്നോഫാളും ഒക്കെ കാരണം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് നാത്തുല പാസ്. അപ്പോൾ നമുക്ക് പാസ്സൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ 2 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്താലേ നമുക്കിനി പാസ് കിട്ടുള്ളൂ എന്നുള്ളൊരു സീൻ വന്നിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും. ആകെ വന്ന് പെട്ട പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി.
ഗാങ്ടോക്ക് ടൗണിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പെർ ഹെഡ് 20 രൂപ മാത്രമേ അവർ എക്സ്പെൻസ് വാങ്ങിയിട്ടുള്ളൂ. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തിയപ്പോൾ വണ്ടിയൊക്കെ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, വേഗം ചാടി കയറി. 300 രൂപയാണ് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള പ്രൈസ് വാങ്ങിയത്. ഇങ്ങോട്ട് വരുമ്പോൾ 350 രൂപ വാങ്ങിയിരുന്നു. എന്താണെന്നറിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഗവൺമെൻറ് ടിക്കറ്റ് എല്ലാം തോന്നുന്നുണ്ട്. ഇവർ ഇടയിൽ ആളെ കയറ്റാണല്ലോ, പോകുന്ന വഴിയിൽ ആളെ കയറ്റുകൊണ്ടായിരിക്കും കുറച്ച് പ്രൈസ് കുറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സിക്കിമിലേക്ക് വീണ്ടും വരണം. വിൻ്റർ ടൈം അല്ലാത്തൊരു സമയത്ത് വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഇനി ഞങ്ങൾ കൊൽക്കത്തയ്ക്ക് പോട്ടെ. തൽക്കാലത്തേക്ക് ബായ്.